ഹലോ മക്കളെ, ഞാനിന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇന്നത് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവൾക്ക് ഇത് കഴിക്കണമെന്നൊരാഗ്രഹം ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് സൺഫ്ലവർ ഓയിലും നെയ്യുമാണ് വേണ്ടത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 2 സ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സ്പൈസസ് ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, തക്കോലം ഇതെല്ലാം ഇട്ട് അല്പനേരം ഇളക്കുക. എന്നിട്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതിനകത്തേക്കിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കറുപ്പ് നിറമാകുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കണം. പച്ചമുളകെന്ന് പറഞ്ഞാൽ നമുക്ക് എരിക്ക് വേണ്ട പച്ചമുളക് ചേർക്കണം. എന്തെന്ന് വെച്ചാൽ മറ്റ് കുരുമുളകോ മുളകോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട്, ഇതിനകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കിടപ്പുണ്ടല്ലേ, അപ്പോൾ അതിനകത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളില്ലേ ചിക്കൻ പൊരിക്കുന്ന കണക്ക് ഇളക്കി എടുക്കുക. അത് കഴിഞ്ഞ് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും നാരങ്ങയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുടം പോലെ ഇരിക്കത്തില്ലേ വെളുത്തുള്ളി, അതുപോലെ 2-3 കുടം വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ആ വെളുത്തുള്ളി നമ്മൾ ഇത് വെന്ത് വരുമ്പം ബിരിയാണിക്കകത്ത് ഇങ്ങനെ ഞെവിടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നാരങ്ങ, പച്ച നാരങ്ങയാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇതിനകത്ത് ഉണക്കിയ നാരങ്ങ ഞങ്ങൾ ഉണ്ട്, അത് ഇട്ട് കൊടുത്താലും മതി, 1-2. എന്നിട്ട് അല്പനേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ പൊടികൾ ചേർക്കും. പൊടികളെന്ന് പറഞ്ഞാൽ ജീരകപ്പൊടി, മല്ലിപ്പൊടി, കറി മസാലപ്പൊടി, ഈ 3 പൊടികൾ മാത്രമേ ചേർക്കത്തുള്ളൂ. ജീരകപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. എന്തെന്ന് വെച്ചാൽ ജീരകപ്പൊടിയുടെ മണമാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ കഴിക്കുമ്പോൾ ആ മണമാണ് ആദ്യമേ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ ഒരു തക്കാളി മതി, അത് മുറിച്ച് വെച്ചിരിക്കുന്നതും ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നെ നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് അരി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം. എന്നിട്ട് അത് വെള്ളം ഒഴിക്കണം. വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അങ്ങനെ വേണം എടുക്കാൻ. അപ്പോൾ ആ വെള്ളവും ഒഴിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ വെച്ച് തിളപ്പിക്കണം. തിളച്ച് ഈ ചിക്കനും അരിയും കൂടെ ഇട്ട് കിടന്ന് തിളച്ച് വെള്ളം നിരപ്പാകുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം 20-25 മിനിറ്റ് നമ്മൾ ദം ചെയ്ത് വെക്കുക. നല്ല അടിപൊളി ബിരിയാണിയാണ് റെഡിയായിരിക്കുന്നത്. കണ്ടില്ലേ അതിൻ്റെ കളർ തന്നെ, ആഹാ എന്താ മണം, ജീരകത്തിൻ്റെ മണം ഇങ്ങനെ വരുന്നത്. ഇനി ഞാൻ ചമ്മന്തി എന്ന് പറയുന്നത് പുതിനയില ചമ്മന്തിയും സലാഡും പപ്പടവുമാണ്. ലക്ഷ്മിയൊക്കെ ആർത്തിയോട് കഴിക്കുകയാണ് പെട്ടെന്ന്. എല്ലാവരും അങ്ങനെ കഴിയും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം, അടിപൊളിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ ബൈ.